ഷെഫീദ്, 2019 ഈ പറയുന്ന ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണം പൂശാൻ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ് അതേ വർഷം തന്നെ കട്ടിളപ്പാളിയും സമാനമായ ആവശ്യത്തിനായി പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ രണ്ട് സംഭവങ്ങളും ഒരേ വർഷം നടക്കുന്നു, വിവിധ ഉദ്യോഗസ്ഥരുടെ ആശീർവാദത്തോടെ നടക്കുന്നു എന്ന ദേവസ്വം വിജിലൻസ് അടക്കം തെളിവുകളടക്കം പുറത്തേക്ക് വന്ന വിവരങ്ങളാണ്. ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിലൂടെ ഇനി അങ്ങോട്ട് അതിന്റെ താഴോട്ട് ഈ മഞ്ഞുമലയുടെ അറ്റങ്ങളിലേക്ക് അന്വേഷണം പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായാൽ ദേവസ്വം ഉദ്യോഗസ്ഥരടക്കമുള്ള ഇപ്പോൾ പ്രതിപട്ടികയുള്ളവരിലേക്കും അന്വേഷണം നീങ്ങില്ലേ, ഇവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കില്ല. അതിനുള്ള സാധ്യതകൾ ഏറുകയല്ല ഈ ഘട്ടത്തിൽ. സുഹേൽ, ഉറപ്പായിട്ടും. കാരണം ഒന്നാം ഘട്ട നടപടി അതല്ലെങ്കിൽ ആദ്യഘട്ട നീക്കമെന്ന രീതിയിലായിരുന്നു രേഖകൾ പരിശോധിച്ചതും ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് പരിശോധിച്ചതും. രണ്ടാം ഘട്ടം ചോദ്യം ചെയ്യലാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനകത്ത് ഒരു ക്രിമിനൽ കോൺസ്പിറസി അടക്കമുള്ള കാര്യങ്ങൾ സംശയിക്കുന്നുണ്ട്. ഒന്നാം ഘട്ടം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുക, രണ്ടാം ഘട്ടം മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുക എന്നുള്ള നീക്കം തന്നെയാണ് SIT സംഘം നടത്തുന്നത്. ഇതിൽ ക്രിമിനൽ കോൺസ്പിറസി കണ്ടെത്തുക ഏറ്റവും ശ്രദ്ധേയം എന്നതിനപ്പുറത്തേക്ക് എന്താണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളിക്ക് പറ്റിയത്, എങ്ങനെയാണ് ആ ഡീലുകൾ നടന്നത്, ആക്ച്വലി എത്ര കിലോ സ്വർണം നഷ്ടമായി. അതായത് ദേവസ്വം വിജിലൻസിന്റെ കണക്ക് പ്രകാരം 1999-നും 2024-നും ഇടയിൽ ഏതാണ്ട് 200 പവനിലധികം സ്വർണം അത് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടൊക്കെ തട്ടിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള വ്യക്തത അത് SIT സംഘത്തെ സംബന്ധിച്ച് അത്യാവശ്യമാണ്. മാത്രമല്ല അവരെ സംബന്ധിച്ചൊക്കെ തെളിയിക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ വേണം. ഹൈദരാബാദിലേക്ക് സമാന്തരമായി തന്നെ ചില പരിശോധനകൾ നടക്കുന്നു എന്നുള്ള വിവരം ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്നതാണ്. പക്ഷേ പൂർണ്ണ അർത്ഥത്തിൽ SIT സംഘം ഏതെങ്കിലും തരത്തിൽ ഇത്തരം നടപടികൾ അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്താൻ തയ്യാറല്ല. കാരണം ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട്. ഇതൊരു വിശ്വാസ പ്രശ്നം കൂടിയായതിനാൽ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളോടക്കം വിവരങ്ങൾ പങ്കുവയ്ക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ രഹസ്യ സ്വഭാവത്തിൽ SIT സംഘത്തിന്റെ നീക്കം കിളിമാനൂരിൽ നടന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും പത്തനംതിട്ടയിലേക്ക് എത്തിച്ച ഒരുപക്ഷെ അദ്ദേഹത്തെ രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഇനി അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം വളരെ പ്രധാനമാണ്. ചോദ്യമുനയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഈ മിനിറ്റിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒന്നാമത്തെ ഞാൻ എടുത്തു പറഞ്ഞതുപോലെ തന്നെ 2019 ഇത് ശബരിമല സന്നിധാനത്ത് നിന്ന് പോകുന്ന സമയത്ത് ഇതിന്റെ കസ്റ്റോഡിയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. രണ്ടാമത്തെ കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ദേവസ്വം മാനൂർ അടക്കമുള്ള കാര്യങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇത് ബാംഗ്ലൂരേക്കും ഹൈദരാബാദിലേക്കും അവിടെ നിന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്കും എത്തിച്ചത്. അതിനുശേഷം മടക്കി കൊണ്ടുവരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്ധമായി വിശ്വസിച്ചതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അക്കാര്യത്തിൽ അതായത് ഗോൾഡ് സ്മിത്ത് ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം ആവശ്യമായി ഉള്ളിടത്ത് പരിശോധന നടത്തേണ്ടിടത്ത് അത്തരം നടപടികളൊന്നും പൂർത്തിയാക്കിയിട്ടില്ല. ഇത് മൂന്നുമാണ് വളരെ പ്രത്യക്ഷമായി നടന്നിട്ടുള്ള ക്രൈമുകൾ. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിട്ടുള്ള സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചു, ആ സ്വർണ്ണപ്പാളികൾ ഉരുക്കിയതാരുടെ സഹായത്തോടുകൂടി, ഇക്കാര്യത്തിൽ ദേവസ്വം വിജിലൻസിന് തന്നെ പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. കാരണം അതുകൊണ്ടാണ് ദേവസ്വം റിപ്പോർട്ടിൽ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ അടക്കം അല്ലെങ്കിൽ സംശയിക്കുന്ന തരത്തിലേക്ക് ചില നീക്കങ്ങൾ ചില എഴുത്തുകൾ അത് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലായി വന്നത്. സ്വാഭാവികമായും അത് ഓഡിറ്റ് ചെയ്യപ്പെടണം. മാത്രവുമല്ല ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണങ്ങൾക്ക് എന്ത് സംഭവിച്ചു, ഏറ്റവും ഒടുവിലത്തെ SIT അവർ സംശയിക്കുന്ന വിവരം എന്ന രീതിയിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം, ഹൈദരാബാദിൽ എത്തിച്ച നാഗേഷ് എന്ന് പറയപ്പെടുന്നയാൾ ഹൈദരാബാദിൽ എത്തിച്ച ശേഷം ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്, അതായത് ഇതിന്റെ മോൾഡ് അടക്കം മറ്റ് തരത്തിൽ ഉണ്ടാക്കി അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പാളി ഉണ്ടാക്കി. ആ പാളിയാണ് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ചത്. അതിനകത്ത് വീണ്ടും സ്വർണം പൂശുന്നു. ഈ സ്പോൺസർമാരടക്കം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്വർണം ഇതിനുവേണ്ടി ഉപയോഗിച്ച സ്വർണ്ണപ്പാളിയിലെ സ്വർണം അത് പൂർണ്ണമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നിന്ന ആ സംഘത്തിലെ ആളുകൾ തട്ടിയെടുത്തു എന്നൊക്കെയുള്ള വിലയിരുത്തൽ SITക്കുണ്ട് എന്ന തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തു വരുന്നു. ഏതായാലും 6 ആഴ്ചയ്ക്ക് ശേഷം ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിലായിരിക്കും എന്താണ് SITയുടെ പൂർണ്ണ കണ്ടെത്തൽ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഈ കേസിലെ ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുക ഈ കേസ് അന്വേഷണത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അല്പസമയം മുൻപ്, അതായത് ഇന്ന് ഉച്ചയ്ക്ക് പോലും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ കേസെടുത്ത് 10 ദിവസം കഴിഞ്ഞിട്ടും ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നില്ല എന്നുള്ള രാഷ്ട്രീയ കുറ്റപ്പെടുത്തൽ അത് സർക്കാരിനും പോലീസിനും നേരെ ഉയർന്നതാണ്. ഏതായാലും ആ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ നിൽക്കുമ്പോഴും ഇക്കാര്യത്തിൽ ഒരു എഫക്റ്റീവ് അന്വേഷണം അത് H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അവർ ആദ്യഘട്ടം തന്നെ അറസ്റ്റിലേക്കോ കസ്റ്റഡിയിലേക്കോ ചോദ്യം ചെയ്യലിലേക്കോ അല്ല കടന്നത്. പകരം പരമാവധി രേഖകൾ പരിശോധിക്കുക. സന്നിധാനത്ത് അവർ രഹസ്യ സ്വഭാവത്തിൽ പരിശോധന നടത്തി, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തി, ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. അതിനൊക്കെ അപ്പുറത്തേക്ക് ദേവസ്വം ആസ്ഥാനത്ത് നേരിട്ടെത്തി അന്വേഷണം നടത്തി ഉദ്യോഗസ്ഥരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും വിവരങ്ങൾ തേടി. അതിനുശേഷം ദ സെക്കൻഡ് സ്റ്റേജ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത്. ഈ ചോദ്യം ചെയ്യൽ വളരെയധികം നിർണായകമാണ്. SIT ഉന്നയിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉണ്ണികൃഷ്ണൻ
പോറ്റി പറയുന്ന ഉത്തരത്തിന് ഈ കേസിന്റെ ഭാവി നിശ്ചയിക്കാനുള്ള, ഭാവി നിർണ്ണയിക്കാനുള്ള ശക്തിയുള്ള ചോദ്യങ്ങളായിരിക്കും, മറുപടികളായിരിക്കാം. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ട്രാപ്പിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള കാര്യം നമുക്കറിയില്ല. ദേവസ്വം വിജിലൻസ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ലവറാണ് എന്നുള്ള കാര്യം SIT സംഘത്തോട് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ പലതരത്തിലുള്ള ആകാംക്ഷ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയിരിക്കുന്നത് രഹസ്യ കേന്ദ്രത്തിലേക്കാണ്. അത് പത്തനംതിട്ടയിലാണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തത. ഏതായാലും ആ രീതിയിലുള്ള അന്വേഷണം അത് പുരോഗമിക്കുകയാണ്. സുഹൈൽ, എന്തായാലും വലിയ ആസൂത്രണം, ഗൂഢാലോചന ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. 2019 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നു. രേഖയിൽ കൃത്രിമം കാണിച്ചത് ചെമ്പുപാളിയാണെന്ന് വരുത്തി തീർക്കുന്നു. പിന്നീട് ഹൈദരാബാദിൽ, പിന്നീട് ബംഗളൂരിൽ, ഹൈദരാബാദിൽ, ചെന്നൈയിൽ, അങ്ങനെ വിവിധയിടങ്ങളിൽ മാസങ്ങളോളം ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നു. തിരിച്ചു വന്നപ്പോൾ അത് സ്വർണ്ണപ്പാളി അല്ലാതാകുന്നു. സ്വാഭാവികമായും തീർച്ചയായും ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി നഷ്ടമായിട്ടുണ്ട്. അതിന്റെ തൂക്കം എത്രയെന്നടക്കമുള്ള കാര്യത്തിൽ പോലും ഇതുവരെ കൃത്യമായ ഒരു വ്യക്തത വരാത്ത സാഹചര്യം. എന്നിരുന്നാലും ഉണ്ണികൃഷ്ണൻ പോറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ കാര്യങ്ങളും SIT സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും. വെറും ഒരു സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പറയുന്ന പ്രോട്ടോകോളുകളൊക്കെ ലംഘിച്ചുകൊണ്ട് എങ്ങനെ സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോകാനായി? ഇത്രയും കാലം വൈകി താമസിപ്പിച്ചിട്ടും എന്തുകൊണ്ട് ചോദ്യങ്ങൾ ഉയർന്നില്ല? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി. അതായത് ഉദ്യോഗസ്ഥ തലം മുതൽ സ്വർണ്ണം ഉരുക്കിയിടത്തെ ഏജൻസി തലം വരെ ഒരുപാട് പേർക്ക് ഇതിൽ പങ്കുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഷഫീദ്, അത് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഉദ്യോഗസ്ഥർക്ക് സ്വാഭാവികമായി പങ്കുണ്ട്, അവരെ പ്രതി ചേർത്തിട്ടുണ്ട്. കാരണം ഈ സ്വർണ്ണപ്പാളി പുറത്തേക്ക് എത്തിച്ചതിൽ നിയമലംഘനം ഉണ്ടായിട്ടുണ്ട്, പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിട്ടുണ്ട്. അപ്പുറത്തേക്ക് സ്വർണം കൊണ്ടുപോയ വഴികൾ ഏറെയുണ്ട്. അവിടെ ഓരോ ഏജന്റുമാരുണ്ടാകും. ഏറ്റവും ഒടുവിൽ സ്മാർട്ട് ക്രിയേഷൻ അടക്കം അറിയാതെ ഇത്തരത്തിൽ സ്വർണ്ണം ഉരുക്കി മാറ്റില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോഴും സ്മാർട്ട് ക്രിയേഷനെ കേസിൽ പ്രതി ചേർത്തിട്ടില്ലല്ലോ ഷഫീദ്? നിലവിൽ ഇപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ പ്രതി ചേർത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം FIR പുറത്തു വന്നതിന് ശേഷം മാത്രമേ നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല അപ്ഡേഷനുകൾ ഏത് സമയവും അന്വേഷണ സംഘത്തിന് FIR-ൽ വരുത്താം. ആ രീതിയിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. മാത്രമല്ല ഇക്കാര്യത്തിൽ ദുരൂഹത അധികവും സംശയിക്കുന്നത് സംസ്ഥാനത്തിന് പുറത്താണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾക്ക് എന്തു പറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഇതുവരെയും ദേവസ്വം വിജിലൻസ് പറഞ്ഞിരിക്കുന്നത്, അവരുടെ റിപ്പോർട്ടിൽ, അവരുടെ കണ്ടെത്തലായി പറഞ്ഞിരിക്കുന്നത് ആ സ്വർണ്ണം ഉരുക്കി എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല അത് എവിടെ ഉരുക്കി, ആരൊക്കെ അതിന് കൂട്ടുനിന്നു, എന്നായിരുന്നു ഉരുക്കിയത്, എങ്ങനെയായിരുന്നു അതിന്റെ നാൾ വഴി, അതിന്റെ ആസൂത്രണം എങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ട ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇത് രണ്ടാമത്തെ കാര്യം, ആ ക്രിമിനൽ കോൺസ്പിറസിയിൽ ആരൊക്കെ പങ്കുചേർന്നു എന്നുള്ളതാണ്. ഇതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളുടെയും വിവരങ്ങൾ അറിയാവുന്ന ഒരേ ഒരാൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ SIT സംഘത്തിന് സംശയിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ഒരു ഘട്ടത്തിൽ ആദ്യഘട്ടങ്ങളിൽ ചോദ്യം ചെയ്യാതെ പരമാവധി തെളിവ് ശേഖരണവും പരമാവധി വിവരശേഖരണവും നടത്തിയ ശേഷം ചോദ്യം ചെയ്യാനുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇന്ന് രണ്ടാമത്തെ കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന് ആദ്യം കൊടുത്ത മൊഴിയിലും രണ്ടാമത് കൊടുത്ത മൊഴിയിലും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട്. ആദ്യം കൊടുത്ത മൊഴിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇക്കാര്യങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുന്നു. താൻ കൊണ്ടുപോയത് ചെമ്പുപാളിയാണ് എന്നുള്ള കാര്യം ശബരിമല ദേവസ്വം പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവിനെ അടിസ്ഥാനമാക്കി, അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചെയ്തു കൊടുത്ത ആ സഹായത്തെ മറവാക്കിക്കൊണ്ട് പറയുന്നു താൻ കൊണ്ടുപോയത് ചെമ്പുപാളി തന്നെയാണ് എന്നുള്ളത്. എന്നാൽ അതിനുശേഷം രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിൽ 1999 പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. ഓരോ ഉത്തരങ്ങൾക്കും വലിയ വിലയുള്ള ചോദ്യങ്ങളായിരിക്കും SITയുടെ മുന്നിലുള്ളാകുക. എന്തായാലും കേസിന്റെ പുതിയ ദിശയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കസ്റ്റഡിയിലെടുത്താണ് ചോദ്യം ചെയ്യൽ. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്തായാലും കണ്ടറിയാം. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായക നടപടി ഉണ്ടായിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.